അച്ഛേ ഒന്ന് തേച്ച് തരാം. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയും, എൻ്റെ അച്ഛനെ എനിക്ക് മുമ്പ് തേച്ച് തരുമായിരുന്നല്ലോ, ഇപ്പോഴും തേച്ച് തരും. അച്ഛാ തേച്ച് തരും അച്ഛ തലയിൽ. വലിയ ചാട കാണിക്കണ്ട കേട്ടാ. നിനക്ക് വേണമെങ്കിൽ ഒരു ഉമ്മ വാങ്ങിച്ചോ. നോക്ക് തുടക്കണേ, ഭയങ്കര സാധനം. നോക്ക് ഭയങ്കര സാധനം കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷം ആവാറായി. ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ കല്യാണത്തിന് മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുറേ അറ്റൻഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് മിസ്സാവുന്നുണ്ട് അല്ലേ? എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഫാമിലിയായി, റെസ്പോൺസിബിലിറ്റീസായി, നമ്മളുടെ കാര്യം തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ലാണ്ടായി. കല്യാണത്തിന് മുമ്പ് സ്ഥിരമായിട്ട് എല്ലാ വീക്കെൻഡ്സിലും കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യമായിരുന്നു എനിക്ക് ഹോട്ട് ഓയിൽ ഹെയർ മസാജ്, അച്ഛൻ്റെ വക. അച്ഛനാണെങ്കിൽ കുറേ നേരം എനിക്ക് മസാജ് ചെയ്ത് തരുകയും ചെയ്യും. നല്ല സുഖമാണ്. അമ്മയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് നിർത്തും. ഒരു 2 മിനിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു വെക്കോ എന്ന് പറയും. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ എനിക്ക് ഹെയർ മസാജ് ചെയ്ത് തന്നിട്ട് പോയി കുളിക്കാൻ പറയുള്ളൂ. അതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു. അച്ഛൻ ഇപ്പോഴും ഇതൊക്കെ തുടരുന്നുണ്ട്. ഞാനിത്രയും പ്രായമായിരുന്നോ, എനിക്കൊരു മകൻ ആയിരുന്നോ, അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. അച്ഛൻ പേരക്കുട്ടീനെ നന്നായി സ്നേഹിക്കും, മകളെയും അതേപോലെ തന്നെ സ്നേഹിക്കും. ഒരു വ്യത്യാസം ഇതുവരെ വരുത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. എന്നും ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് തന്നെയുള്ള പ്രാർത്ഥന. എന്നും അച്ഛനമ്മമാരോട് ഒരു ബോണ്ട് എപ്പോഴും എനിക്കുണ്ട് കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാനവിടെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസൻസ് അവർക്ക് എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാലോ അവരത് അറിയാറുണ്ട്. അതാണ് ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം.